എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ വാട്ടറിൽ നമ്മുടെ ഡഫനിയനെ വളർത്തുന്നതാണ്. ഡഫനിയ മൊയിന തന്നെയാണ്, കുറച്ചും കൂടി വലുപ്പമുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവർ നല്ല ഹെൽത്തി ആയിട്ടാണ് ഗ്രീൻ വാട്ടറിൽ വളരുന്നത്. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഫീഡോ ഒന്നും കൊടുക്കുന്നില്ല. നല്ല കുറച്ച് വെയിൽ കിട്ടാവുന്ന ഭാഗത്തിൽ നമ്മൾ അക്വേറിയത്തിലെ വാട്ടർ കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഗ്രീൻ വാട്ടർ കിട്ടും. അതിനകത്ത് നമ്മൾ മൊയിനേനെ അല്ലെങ്കിൽ ഡഫനിയനെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിറഞ്ഞ് അവ നിറച്ചായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫീഡായിട്ട് എടുത്ത് കൊടുക്കാം. കാരണം ഈ ഗ്രീൻ വാട്ടർ നമ്മുടെ അക്വേറിയത്തിന് സേഫാണ്. നമുക്ക് ജസ്റ്റ് സിറിഞ്ചിൽ വലിച്ചെടുത്താക്കി കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഒരു 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പിന്നെ നമ്മൾ കൂടുതലാക്കി ഇതിൻ്റെ ഗ്രീൻ വാട്ടർ കൾച്ചറും അക്വേറിയം വാട്ടർ കൾച്ചറിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർത്തുന്നത്. അല്ലാതെ നമ്മൾ ഈസ്റ്റോ അങ്ങനെ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് തികച്ചും നാച്ചുറലാണ്. അപ്പോൾ നമ്മളിനി വാഷ് ചെയ്യണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഡഫനിയയ്ക്ക് അല്ലെങ്കിൽ മൊയിനയ്ക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫിഷിന് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പിന്നെ ഈ ഗ്രീൻ വാട്ടർ ഏകദേശം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ വാട്ടർ നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയോ വേണ്ട. കാരണം ഈ വാട്ടർ കുറയുന്ന അനുസരിച്ച് അക്വേറിയത്തിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. അപ്പോൾ 0 ബഡ്ജറ്റിൽ തന്നെ നമുക്ക് മൊയിനേനെ കൾച്ചർ ചെയ്തെടുക്കാം ഇങ്ങനത്തെ ഒരു മെത്തേഡിൽ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിന് നല്ലൊരു ലൈഫ് ഫീഡ് കിട്ടുകയും ചെയ്യും. നമുക്ക് അക്വേറിയത്തിലെ വാട്ടർ കളയേണ്ട ആവശ്യമില്ല, ഒന്നുകൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് നല്ലൊരു ലൈഫ് ഫീഡ് നമ്മുടെ ഫിഷിന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ.